നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് നഗരസഭയിലെ 50-ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് കെയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ BJP ശ്രമിച്ചു എന്ന ഒരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഇതിനെതിരെ BJP നേതാവ് പ്രശാന്ത് ശിവൻ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ പണം തരാമെന്ന് നേതാക്കൾ വീട്ടിലെത്തി വാഗ്ദാനം ചെയ്തുവെന്നാണ് കോൺഗ്രസ് നിലവിൽ BJPക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. നിലവിലെ സ്ഥാനാർത്ഥിയും കൗൺസിലറും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് VK ശ്രീകണ്ഠൻ MP ആരോപിച്ചത്. VK ശ്രീകണ്ഠൻ രമേശിന്റെ വീട്ടിലെത്തി സംസാരിച്ചു. രമേശ് തന്റെ പരാതികളൊക്കെ VK ശ്രീകണ്ഠനോട് അറിയിക്കുകയുണ്ടായി. പാലക്കാട് നോർത്ത് പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴിയും രേഖപ്പെടുത്തി. 50-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. നിലവിൽ BJPയും കോൺഗ്രസും തമ്മിലാണ് ഇവിടെ മത്സരം. പക്ഷേ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല, ആശംസ അറിയിക്കാനാണ് വീട്ടിലെത്തിയത് എന്നാണ് കൗൺസിലർ ജയലക്ഷ്മി പ്രതികരിച്ചത്. BJP കൗൺസിലറും സ്ഥാനാർത്ഥിയും പോയത് വോട്ട് ചോദിക്കാൻ വേണ്ടിയാണെന്നും BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ പ്രതികരണം. പരാജയ ഭീതി മൂലമാണ് ഇത്തരം പ്രചരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നും പ്രശാന്ത് ശിവൻ കുറ്റപ്പെടുത്തി. 50-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം നിലവിൽ BJPക്ക് ഇല്ല എന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഏകപക്ഷീയമായ വിജയമാണ് തങ്ങൾക്കെന്നും രാത്രിയായാലും പകലായാലും പോയത് വോട്ട് ചോദിക്കാൻ വേണ്ടിയാണെന്നും പ്രശാന്ത് ശിവന്റെ മറുപടി. എന്നാൽ ഇത്തരത്തിലൊരു ഗുരുതര ആരോപണം BJPക്കെതിരെ കോൺഗ്രസ് ഉയർത്തുന്നു. അതിന് മറുപടിയുമായി BJPയും രംഗത്ത് വരുന്നു. എന്തായാലും പാലക്കാട് ആര് പിടിക്കും എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. പാലക്കാട് പ്രത്യേകിച്ച് ഇത്തവണ ഏവരും ഉറ്റുനോക്കുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം. പാലക്കാട് നമ്മൾ തന്നെ ജയിക്കും, അതായത് കോൺഗ്രസ് തന്നെ ജയിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വ്യക്തമാക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ വാർഡ് 11, 12, 27 കണ്ണാടി പഞ്ചായത്തിലെ വാർഡ് 2, 15 സ്ഥാനാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കുമൊപ്പം ഭവന സന്ദർശനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുക്കുകയുണ്ടായി. നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരിക്കുന്നതെന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടും തിരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. പാലക്കാട് MLA ഓഫീസ് ഉൾപ്പെടുന്ന 27-ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി M മോഹൻ ബാബുവിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമായിരുന്നു രാഹുൽ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ ഇറങ്ങിയത്. രാഹുൽ തന്നെ ഇതിന്റെ റീൽ തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി വീട് കയറി വോട്ട് ചോദിക്കുന്നതിനും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലുണ്ടായിരുന്നു. പാലക്കാട് നഗരസഭ തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും. എന്നാൽ സസ്പെൻഷനിലുള്ള നേതാവിന്റെ കളം നിറഞ്ഞുള്ള പ്രവർത്തനത്തിന് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വിമർശനം മാത്രമല്ല നേതൃത്വം എന്താണ് ഒരു മറുപടി നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു, പാലക്കാട് നഗരസഭ തിരിച്ചുപിടിക്കും, കണ്ണാടിയിൽ ജയിക്കും എന്നതടക്കമുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും. അതേസമയം പാലക്കാട് നിരവധി സംഭവ വികാസങ്ങൾ ഉളവാകുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരു സംഭവം ഉണ്ടായത് പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നേരെ CPM ലോക്കൽ സെക്രട്ടറിയുടെ വധഭീഷണി. ഈ സംഭവത്തിൽ പ്രതികരണവുമായി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്ത് വന്നിരുന്നു. അത്തരമൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും സുരേഷ് ബാബുവിന്റെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് കാലത്ത് ജാഗ്രത വേണം. പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ CPM ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണനെയാണ് CPM ലോക്കൽ സെക്രട്ടറി ജംഷീർ ഭീഷണിപ്പെടുത്തിയത്. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ കൊല്ലുമെന്നാണ് ഭീഷണി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രാമകൃഷ്ണനോട് മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ജംഷീർ ആവശ്യപ്പെട്ടു. എന്നാൽ തനിക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നും മത്സരവുമായി മുന്നോട്ടു പോകുമെന്ന ഉറച്ച നിലപാടിലാണ് രാമകൃഷ്ണനായിരിക്കുന്നത്. ഇതിനെ തുടർന്നായിരുന്നു ലോക്കൽ സെക്രട്ടറി രാമകൃഷ്ണന് നേരെ വധഭീഷണി മുഴക്കിയത്. 6 വർഷത്തോളം CPMന്റെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് VR രാമകൃഷ്ണൻ. പിന്നീട് അദ്ദേഹം പാർട്ടിയുമായി അകന്നതിന് ശേഷമാണ് പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് പുറത്തുപോയത്. ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കൂടെ തീരുമാനിച്ചതോടെ CPM പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് വധഭീഷണിയും കൂടി ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ പിന്മാറണമെന്ന ആവശ്യം പാർട്ടിയിൽ നിന്നുണ്ടാകുന്നു. എന്തായാലും താൻ പിന്മാറില്ല എന്ന നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വധഭീഷണി എത്തിയത്. പാലക്കാട്ട് CPM നേരിടുന്ന മറ്റൊരു തലവേദന അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം വിമത നീക്കമാണ്. പാർട്ടിയിൽ നിന്ന് അതൃപ്തി നേരിട്ടവർ പ്രത്യേക സംഘടന രൂപീകരിച്ച് പാർട്ടിക്കെതിരെ മത്സരിക്കുന്നതാണ് ജില്ലയിൽ പലയിടങ്ങളായി കാണുന്നത്. എന്നാൽ ഒരു വിമത നീക്കവും CPMനെ കുലുക്കില്ലെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ജില്ലയിൽ സമീപകാലത്ത് CPM നേരിടുന്ന ഏറ്റവും വലിയ വിമത ദുരിതമാണ് ഇപ്രാവശ്യം. അത് വളരെ രൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ. നേതൃത്വത്തെ വെല്ലുവിളിച്ച് പലയിടത്തും വിമതർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ജില്ലാ അതിർത്തിയായ കൊഴിഞ്ഞാമ്പാറയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M സതീഷിന്റെ നേതൃത്വത്തിലാണ് നീക്കം. സ്വതന്ത്ര മുന്നണി എന്ന പേരിൽ UDF പിന്തുണയോടെ 10-ലധികം സീറ്റുകളാണ് ഇവർ മത്സരിക്കുന്നത്.
മണ്ണാർക്കാട്ട് ജനകീയ മതേതര മുന്നണി എന്ന പേരിലാണ് വിമത പ്രവർത്തനം. PK ശശിപക്ഷക്കാരാണ് എല്ലാവരും. നഗരസഭയിൽ 11 സീറ്റുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിലേക്കും മത്സരിക്കുന്നുണ്ട്. പാർട്ടി അഭിമാന പോരാട്ടം നടത്തുന്ന ഒറ്റപ്പാലം നഗരസഭയിൽ 4 സീറ്റുകളിലേക്കാണ് വിമതരുടെ മത്സരം. കഴിഞ്ഞ തവണ 2 സീറ്റുകളിൽ ജയിച്ച് നിർണായക ശക്തിയാകാൻ സ്വതന്ത്ര മുന്നണിക്ക് കഴിഞ്ഞിരുന്നു. വടക്കാഞ്ചേരിയിലടക്കം നിരവധി പഞ്ചായത്തുകളും വിമതർ വെല്ലുവിളി ഉയർത്തിയിരുന്നു. എന്നാൽ ഈ തരം നീക്കങ്ങളൊന്നും LDFന്റെ വിജയത്തെ ഇല്ലാതാക്കാനാവില്ല എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പ്രതികരിച്ചത്. എന്നാൽ പാർട്ടിയിൽ നിന്ന് അതൃപ്തി നേരിട്ടവർ പുറത്തിറങ്ങി സംഘടന രൂപീകരിച്ച് പാർട്ടിക്കെതിരെ തന്നെ തിരിയുന്നത് പല ഘട്ടങ്ങളായി നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന വിലയിരുത്തലാണ് നിലവിലുള്ളത്. വിമത നീക്കം CPMന് യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല എങ്കിൽ പോലും കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് K മുരളീധരൻ വിമതർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പത്രിക പിൻവലിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് നൽകിയത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഒരു അപകടമായി ഉയരുന്നത് ഈ വിമതർ തന്നെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതേസമയം BJPയുടെ അവസ്ഥ എങ്ങനെയാണ് പാലക്കാട് എന്ന് നോക്കാം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് പലയിടത്തും BJPക്ക് മത്സരിക്കാൻ പോലും ആളില്ലാത്ത സാഹചര്യമാണ്. 11 പഞ്ചായത്തുകളിലായി 43 വാർഡുകളിലാണ് BJP സ്ഥാനാർത്ഥികളെ നിർത്താത്തത്. കഴിഞ്ഞ തവണ BJP മുഖ്യ പ്രതിപക്ഷമായത് പുതുനഗരം പഞ്ചായത്തുകളിൽ 4 വാർഡുകളിൽ മത്സരിക്കാൻ ആളില്ലാത്ത അവസ്ഥയായിരുന്നു. ആലത്തൂർ, അലനല്ലൂർ പഞ്ചായത്തുകളിൽ 5 ഇടങ്ങളും, വടകരപ്പതി, പുതുനഗരം, വണ്ടാഴി, പെരുമാട്ടി പഞ്ചായത്തുകളിൽ 4 വാർഡുകളിലും, കാരാക്കുറുശ്ശി, വടക്കഞ്ചേരി പഞ്ചായത്തുകളിൽ 3 ഇടത്തും, കിഴക്കഞ്ചേരിയിൽ 2 ഇടത്തും, മങ്കരയിൽ 1 ഇടത്തും, കാഞ്ഞിരപ്പുഴയിൽ 8 വാർഡുകളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത അവസ്ഥ. ചിറ്റൂർ, തത്തമംഗലം നഗരസഭയിൽ 5 വാർഡുകളാണ് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത്. പാലക്കാട് നഗരസഭയിലെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമാണെന്ന് ആരോപിച്ച് നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ കൂടി രംഗത്തെത്തിയതോടെ ഈ BJPയിൽ എത്രത്തോളം ഭിന്നതയുണ്ട് ഈ സീറ്റ് നൽകുന്നതിൽ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വന്നതാണ്. എന്തായാലും പാലക്കാട് BJPയിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചു കഴിഞ്ഞു. എന്തായാലും ഏവരും ഉറ്റുനോക്കുകയാണ് പാലക്കാട്ടിലേക്ക്. രാഹുലിന്റെ പ്രശ്നം കോൺഗ്രസിനെ ബാധിക്കുമോ? BJPയിലെ പാളയത്തിൽപ്പെട BJPയെ ബാധിക്കുമോ? CPM എങ്ങനെയാണ് വിമതശല്യം അതിജീവിക്കുന്നത്? അങ്ങനെ ആകെ മൊത്തം ഒരു വലിയൊരു ആകാംക്ഷയോടെയാണ് പാലക്കാട് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.